ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. മദറാസി. ശിവകാർത്തികേയൻ, രുക്മിണി വസന്ത്, ബിജു മേനോൻ, വിദ്യുത് ജംവാൾ, ഷബീർ എന്നിവരെയൊക്കെ പ്രധാന കഥാപാത്രങ്ങളിലായി റിട്ടൺ, ഡയറക്ഷൻ, സ്റ്റോറി, സ്ക്രീൻ പ്ലേ മൊത്തം AR മുരുകദാസ് വഹിച്ച് ശ്രീലക്ഷ്മി പ്രസാദിന്റെ ബാനറിൽ ശ്രീലക്ഷ്മി മൂവീസ് പ്രൊഡ്യൂസ് ചെയ്ത ഒരു ഇന്ത്യൻ സൈക്കോളജിക്കൽ തമിഴ് ആക്ഷൻ ത്രില്ലറാണ് മദ്രാസി. അപ്പോൾ മദ്രാസിയെ കുറിച്ച് പറയുവാണെങ്കിൽ ഒരുപാടുണ്ട്. ഫസ്റ്റ് തന്നെ പറയേണ്ടത് AR മുരുകദാസ് ആൻഡ് ദ ഡയറക്ടർ AR മുരുകദാസ് ഈസ് ബാക്ക്, കം ബാക്ക്. സോ ഒരു നല്ലൊരു സ്റ്റോറി ആയിട്ട് വന്നു. നമുക്ക് അറിയാവുന്ന സ്റ്റോറി തന്നെയാണ്, ബട്ട് അത് ആരും എക്സിക്യൂട്ട് ചെയ്ത് ഒരു നല്ലൊരു കംബാക്ക് മുരുകദാസിന് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണെങ്കിൽ ഒരു ഫസ്റ്റ് പോസിറ്റീവായിട്ട് എനിക്ക് കാണാൻ പറ്റിയത്. ആൻഡ് മുരുകദാസ് എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു. ഈ സിനിമയും നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തു. ആൻഡ് മുരുകദാസിന്റെ ക്യാമിയോയും ഈ സിനിമയിലുണ്ട്. രണ്ടാമത് വരുമ്പോൾ ശിവകാർത്തികേയൻ ഒരു ആക്ഷൻ പടം ഹിറ്റില്ല, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പടം ഫുൾ അങ്ങ് ചെയ്യാനൊന്നും കഴിയില്ല എന്നൊരു നടനാണ് എന്ന് പറയുന്നു. പക്ഷെ തുപ്പാക്കിയ പുടിങ്ക ശിവ, അതിനുശേഷമുള്ള ശിവകാർത്തികേയന്റെ ആ മോഡ് മാറി. ശിവകാർത്തികേയൻ ഇതിലൊരു ഷോ നടത്തുന്നുണ്ട്, ഒരു കംപ്ലീറ്റ് ഷോ, ഒരു അനിമൽ ഷോ നടത്തുന്നുണ്ട്. നിങ്ങളത് കാണണം. പക്ക ഒരു ഒരു മാസ് മെറ്റീരിയൽ സാധനം ശിവകാർത്തികേയന്റെ പക്കൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ശിവകാർത്തികേയന്റെ മാസ് ചേരില്ല, അല്ലെങ്കിൽ മാസ് ഒക്കൂല എന്ന് പറഞ്ഞവന്മാര് കണ്ടു നോക്കണം. പക്കയായിട്ട് മാസ് ചെയ്തിട്ടുണ്ട്. ഓവറോള് ഫൈറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ എടുത്തു പറയേണ്ടത്, ഇതിൽ ഇന്റർവെല്ലൊക്കെ സാധനമാണ്. പക്ഷെ ഇന്റർവെല്ലിൽ ഞാൻ അയാം വെയിറ്റിംഗ് ഒക്കെ പ്രതീക്ഷിച്ചു കേട്ടോ. അയാം വെയിറ്റിംഗ് ഇപ്പൊ പറയുമെന്ന് വിചാരിച്ചു ഞാൻ, കാരണം അങ്ങനെയൊക്കെയാണ് വന്നത്. തൊട്ടറ പക്കല എല്ലാം സെറ്റാക്കി ആ ഇന്റർവെല്ലിൽ കാണുമ്പോൾ അങ്ങ് മനസ്സിലാവും. ആൻഡ് ഈ സിനിമയുടെ കോർ ഐഡിയ ആയിട്ട് വരുന്നത് ഒരു സിൻഡിക്കേറ്റ്, ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗൺസ് സ്മഗിൾ ചെയ്യുന്ന ഒരു സിൻഡിക്കേറ്റ് തമിഴ്നാട്ടിലേക്ക് വെപ്പൺസ്, ഇല്ലീഗൽ വെപ്പൺസ് സ്പ്രെഡ് ചെയ്യുന്നു. എന്താ വെച്ചാൽ എല്ലാവർക്കും സുപരിചിതമായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പെട്ടെന്ന് ലഹരി ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കടയുന്നു, എല്ലാവർക്കും കിട്ടുന്നില്ല. അതുപോലെ എത്രയും പെട്ടെന്ന് എല്ലാവർക്കും എങ്ങനെ കിട്ടുമോ അതുപോലെ ചെയ്യുക. അറിയാലോ, എല്ലാവരുടെ കയ്യിലും ഗണ്ണെത്തിക്കുക എന്നുള്ള ഒരു ഓപ്പറേഷനായിട്ട് വരുവാണ് വില്ലനും കൂട്ടുകാരും ഒക്കെ. അപ്പൊ അതുമായിട്ട് തടുക്കാൻ വേണ്ടിയിട്ട് NIA ഏജൻസിയിൽ അതിൽ പെട്ടതാണ് ബിജു മേനോൻ. ആൻഡ് ബിജു മേനോന്റെ മോനായിട്ട് അതിൽ അഭിനയിക്കുന്നത് വിക്രാന്താണ്. അപ്പൊ ഇവരുമായിട്ട് അങ്ങനെ ഓപ്പറേഷൻസിലും കാര്യങ്ങളുമായിട്ട് പോകുന്നു. ഫസ്റ്റ് സെറ്റിംഗ് തൊട്ട് തന്നെ കളി സീരിയസ് ആയിട്ട് പോവുകയാണ്. ആൻഡ് അനിയുടെ സ്കോറും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സീരിയസ് ആയിട്ട് സിനിമ പോവുകയാണ്. ആൻഡ് ഇതിന്റെ ഇടയിൽ കൂടെ ഫസ്റ്റ് തന്നെ ഈ സിനിമയിൽ ഹീറോ എൻട്രിയും ഹീറോയിൻ എൻട്രിയും സോങ്ങിലൂടെയാണ് കാണിക്കുന്നത്. അപ്പൊ ഹീറോ എൻട്രിയാണ് സോങ്ങിലൂടെ കാണിക്കും. തിയേറ്ററിലൊക്കെ നല്ല ക്ലാപ്സ് ഒക്കെ ആയിരുന്നു. സലംബല സോങ്. ആൻഡ് ശിവകാർത്തികേയന്റെ ഡാൻസ് ഒക്കെ പക്ക മൂവ് ആയിരുന്നു. ആൻഡ് ശിവകാർത്തികേയൻ അതിലൂടെ സിനിമയിൽ തുടക്കം കാണിക്കുന്നത് ശിവകാർത്തികേയന്റെ ലവർ പറ്റിച്ചു എന്നുള്ളതിൽ ശിവകാർത്തികേയൻ ആത്മഹത്യക്ക് പോകുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ അതിൽ നന്നായിട്ട് വർക്കൗട്ട് ആയിരുന്നു. ശിവകാർത്തികേയൻ അറിയാമല്ലോ, നന്നായിട്ട് കോമഡിയും ചെയ്യുന്ന ഹ്യൂമർ സെൻസ് ഉള്ള ഒരു ആക്ടർ കൂടിയാണ്. അപ്പൊ ആ സിനിമയിൽ അങ്ങനെ ആ ഒരു ഓപ്പറേഷന്റെ ഇടയിലേക്ക് അങ്ങനെ ഒരു ഭാഗമാകുന്നു, അറിയാതെ ആക്സിഡന്റലി ഭാഗമാകുന്നു. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും, ആക്സിഡന്റലി ഭാഗമാവുന്നു. പിന്നെ അതുമായിട്ട് സിനിമ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത് രഘു, അതായത് ശിവകാർത്തികേയൻ, മാലതി, രുക്മിണി, ഹീറോയിൻ തമ്മിലുള്ള ഒരു ലവ് കെമിസ്ട്രി. ആ ലവിന് വേണ്ടിയിട്ട് ശിവകാർത്തികേയൻ എത്രമാത്രം എഫേർട്ട് ഇടുന്നു, അല്ലെങ്കിൽ ഏത് യുദ്ധത്തിനും അവളെ സ്വന്തമാക്കാൻ തയ്യാറാണെന്നുള്ള ഒരു സിറ്റുവേഷൻ അതിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. ആൻഡ് അവരുടെ ലവ് സീൻസും കുറെ കാണിക്കുന്നുണ്ട്. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ആൻഡ് രുക്മിണി വാസ് വെരി ക്യൂട്ട്, നന്നായിട്ടുണ്ട് കാണാനൊക്കെ. നന്നായിട്ട് തന്നെ ആ റോളും പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് സിനിമയിൽ ഓവറോൾ തന്നെ ഫസ്റ്റ് ഹാഫിൽ തന്നെ 4 or 5 പാട്ടുണ്ട്. ആൻഡ് പാട്ടൊന്നും ഒരിടത്തും ബോറടിപ്പിച്ചിട്ടില്ല. പാട്ടൊക്കെ കറക്റ്റ് പ്ലേസ്മെന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു 10-20 മിനിറ്റിനകത്ത് 2-3 പാട്ട് വരും, ചെറിയ പാട്ടുകൾ. പക്ഷെ അത് ബോറടിക്കാതെ ആ പാട്ടൊക്കെ കറക്റ്റ് ആയിട്ട് ആ പാട്ട് അവിടെ വേണം എന്നൊരു സിറ്റുവേഷൻ കാണുന്നവർക്കും ഉണ്ടായി. ആൻഡ് സിനിമ കണ്ട് വിദ്യുത് ജമാളിന്റെ ഒരു എൻട്രി ഉണ്ട്. വിദ്യുത് ജമാൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല ഗൈസ്. പറന്ന് എന്തൊക്കെ ചെയ്യണം. പൊന്നോ, സെറ്റ് എന്ന് പറഞ്ഞാൽ അത് ആ ഓറ, ആ ലുക്കും
പുള്ളിക്കാരൻ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിളിൽ നിന്നാണ് കേടാണ്. അമ്മാര് ഫ്ലെക്സിബിൾ ആണ് ചെയ്യണം. കമിഴ്ണ്, തിരിയണ്, കറങ്ങണ്, എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു പിടിയും ഇല്ല. കാരണം വിദ്യുത് ജമാലിന് വേണ്ടിയിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ കാണാൻ പടം. അമ്മാര് സാധനം. ഇതിൽ ഇന്റർവ്യൂവിന് ശേഷം വിദ്യുത് ജമാലിനൊരു NIA ഓഫീസിന്റെ അകത്തുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ആ ഫൈറ്റ് സീന് തുടങ്ങുന്ന തൊട്ട് അവസാനം വരെ തിയേറ്ററിൽ വിളിയും ക്ലാപ്സും കൂവലും എല്ലാം. അമ്മാതിരി ഫൈറ്റ് സീൻ. എന്നിട്ട് ഇങ്ങനെ ആടിയൊക്കെ ഇങ്ങനെ നടന്നൊരു സ്വാഗിൽ ഒരു ഡാൻസ് പോലത്തെ നടത്തവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റാണ് വിദ്യുത് ജമാലിന്റെ ആ സാധനങ്ങളൊക്കെ. ആൻഡ് സിനിമ ഇതുപോലെ കടുത്ത് പോകുമ്പോൾ ഇന്റർവെല്ല് ഇതില് ശിവകാർത്തികേയൻ ഒരു മെന്റൽ പേഷ്യന്റ് ആണ്. അതായത് ചെറുതിലെ ശിവകാർത്തികേയനും ഫാമിലിയുമായിട്ട് ഒരിടത്ത് ട്രിപ്പ് പോകുമ്പോൾ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ശിവകാർത്തികന്റെ ഫാമിലിയിലുള്ള എല്ലാവരും മരിക്കുന്നു. അത് കണ്ടു നിൽക്കാനുള്ള ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ശിവകാർത്തികനെ രക്ഷിക്കാൻ പറ്റുന്നില്ല, കൊച്ചുകുട്ടിയാണല്ലോ, ആരും രക്ഷിക്കാനും പോകുന്നില്ല. അത് കണ്ടു നിൽക്കുമ്പോൾ ഉള്ള ശിവകാർത്തികന് അതിനുശേഷം വേറെ ആരെ കണ്ടാലും ശിവകാർത്തികന് തന്റെ കുടുംബമായിട്ട് തോന്നും. അവരെല്ലാവരും മരിച്ചു ആ ഒരു ഇൻസിഡന്റിന് ശേഷം. അപ്പൊ വേറെ ആരെ കണ്ടാലും ശിവകാർത്തികനെ രക്ഷിക്കാനുള്ള മൈൻഡ് സെറ്റ് വരും. അങ്ങനെ ഒരു ഡിലേഷൻ ശിവകാർത്തികന് ആ മൈൻഡ് സെറ്റാണ് എപ്പോഴും. അങ്ങനെ വേറെ ആരെ കണ്ടാലും അച്ഛൻ, അമ്മ, ചേച്ചി, അനിയത്തി എന്ന് പറഞ്ഞ് എല്ലാവരും രക്ഷിക്കാൻ പോകും. അങ്ങനെ ഒരു സൈക്കോളജിക് ആയിട്ടുള്ള ഒരു സംഭവമൊക്കെ ഈ സിനിമയിലുണ്ട്. പിന്നെ ഇതിൽ പറഞ്ഞ മെയിൻ ആയിട്ട് വരുന്ന സെക്കൻഡ് ഹാഫിൽ വരുന്ന അനിമൽ ഇൻസ്റ്റിക്റ്റ്, അതായത് വേറെ ആർക്കും കാണാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ ആർക്കും പറ്റാത്ത കാര്യങ്ങളൊക്കെ അതിന് ഒരു കിട്ടില്ല എക്സാമ്പിളൊക്കെ ശിവകാർത്തികൻ ആ സിനിമയിൽ പറയുന്നുണ്ട്. അത് ഞാൻ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ അതിനുമായിട്ടൊരു പ്രാധാന്യം കൊടുത്ത് അവസാനം അടിയാണ് ശിവകാർത്തികൻ. സെക്കൻഡ് ഹാഫിലൊക്കെ ഇടിയാണ്. ആക്ഷൻ പെട സാധനം, അമ്മാരി സാധനം ആക്ഷൻ. ശിവകാർത്തികൻ വലിച്ച് കീറുന്നുണ്ട് എല്ലാവരും, അടിച്ച്. അവസാനം കുറെ നാൾക്ക് ശേഷമാണ് ഒരു വില്ലൻ ആൻഡ് ഹീറോ ഉള്ള ഒരു നല്ലൊരു ഫൈറ്റ് കാണുന്നത്. ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ സൂപ്പർ ഫൈറ്റ് ആയിരുന്നു. ഇടി എന്ന് പറഞ്ഞാൽ ഇടി, കിണ്ടൽ ഇടി, ഇടിച്ചിടിച്ച് അങ്ങ് തകരാറാക്കിയാണ്. രണ്ടുപേരും മാറി ഇടിയോടെ ഇടി. ആൻഡ് ഓവറോൾ പടം ഒരു നീറ്റ്, ഒരു നല്ലൊരു എന്റർടൈനർ ആണ്. ലവ് കൊണ്ട് ആക്ഷൻ ഒക്കെ ഉള്ള ഒരു സെറ്റ്, ഒരു ആക്ഷൻ ഒക്കെ ഉള്ള ഒരു നല്ലൊരു ക്ലീൻ എന്റർടൈനറാണ് മദ്രാസി. ആൻഡ് ശിവകാർത്തികേയൻ ആൻഡ് അനിരുദ്ധിന്റെ കുറച്ച് കത്തിക്കലൊക്കെ ഇതിലുണ്ട്. കുറച്ചല്ല, പടം മുഴുവൻ കത്തിച്ചിട്ടുണ്ട്. SNA അനിരുദ്ധും ശിവകാർത്തികേയനുമുള്ള ഒരു കോംബോ എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ്. മദ്രാസി ഓ പടച്ച് ഇവിടെയാണ് തീ മ്യൂസിക്കും ബീജിമങ്ങളൊക്കെ. എന്തൊക്കെ ചെയ്യണോ അനിരുദ്ധ് എല്ലാവർക്കും. ആൻഡ് ബിജു മേനോന്റെ ക്യാരക്ടറും വളരെ നൈസായിരുന്നു. ബിജുമേനന്റെ മകനെ കൊന്നിട്ടുള്ള ഒരു സീനുമായിട്ടുള്ള വേറൊരു ഇതുണ്ട്. ഒരു വില്ലനെ കൊല്ലുന്ന സീൻ. ആ വില്ലനെ കൊല്ലുന്ന സീനിൽ ബിജുമേനോന് തറയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനുണ്ട്. എനിക്ക് അയ്യപ്പനും കോശി ആ ഒരു ഇതാണ് ഓർമ്മ വന്നത്. അതിൽ ആ ബിജുമേനോന്റെ ആ ഒരു ദേശീയമുള്ള ബിജുമേനോനാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഓവറോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മുരുകദാസിന്റെ കംബാക്ക് ആണ്. അനിരുദ്ധിന്റെ മ്യൂസിക് ഒന്നും വളരെ റെപ്പറ്റേറ്റീവ് ആണ്. എല്ലാവരും എപ്പോഴും കോപ്പി അടിയാണ് എന്നൊക്കെ പറയുന്ന ആ മ്യൂസിക് ഡയറക്ടർ, ആ മ്യൂസിക് നിങ്ങൾ ഒന്നുകൂടെ കേട്ടു നോക്കണം. അമ്മാതിരി സാധനം ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. വില്ലന്മാർക്ക് ഷബീറിനൊക്കെ കൊടുത്ത മ്യൂസിക് കേൾക്കണം. ഷബീറൊക്കെ ഒരു NIA ഓഫീസിലൊക്കെ വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഫുൾ ഗൂസ് ബമ്പാണ്. അത് എന്ത് മ്യൂസിക് ഒക്കെ ചെയ്യണമെന്ന് ഒരു പിടിയും ഇല്ല അനിരുദ്ധ്. ആൻഡ് ശിവകാർത്തികേയൻ പക്കാ സാധനം. ലുക്ക് വൈസ് ആയാലും ആക്ടിങ് വൈസ് ആയാലും ഇമോഷണൽ ഇപ്പൊ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആക്ഷനൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ അനിമൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അതൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെ അലറിയൊക്കെ വരുമ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓവറോൾ പടം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു ഫസ്റ്റ് ഹാഫിന്റെ അത്രയും വർത്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് ഓവറോൾ പടം ഒരു നീറ്റ് ആക്ഷൻ ത്രില്ലർ തന്നെയാണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണാം. ഒരു നല്ലൊരു സിനിമ. മദ്രാസി, എ മാൻ ഫ്രം മദ്രാസ് അടിച്ച് തൂക്കിയിട്ടുണ്ട്.